നിന്റെ ലൈഫിൽ ഇതുപോലുള്ള ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എത്ര ഹാപ്പിയാണ് ഞാനെന്ന് അറിയോ നിനക്ക്? നിനക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, എനിക്ക് നീയെന്ന് വെച്ചാൽ എന്തൊക്കെയോ ഫീലിങ്സാ. ഉറങ്ങാൻ കിടക്കുമ്പോഴേ നിന്നെ കുറിച്ച് ആലോചിക്കുന്നത്. ആദ്യമൊക്കെ വെറുതെ നിഴല് മാത്രമേ ഓർമ്മ വരുള്ളൂ, നിന്റെ ഫേസ് ക്ലിയർ ആവുകയില്ല. ശരിക്കും ആലോചിച്ച് കിടക്കും ഞാൻ, അതുകൊണ്ട് ഉറക്കവും വരില്ല. ഇടയ്ക്ക് സഡൻ ആയിട്ട് ഓർമ്മ വരും, പിന്നെ അത് വീണ്ടും മിസ്സായി പോവാതിരിക്കാൻ അതിന്റെ സ്ട്രഗിൾ. എന്തൊക്കെയോ വല്ലാത്ത ഫീലിങ്സ്. ടോട്ടലായിട്ട് ഈ സന്തോഷം ഇപ്പോഴെന്നല്ല എപ്പോഴും വേണം. നമുക്ക് പെട്ടെന്ന് ഈ ഇന്റർ കംപ്ലീറ്റ് ചെയ്താല് എംസെറ്റിൽ നിനക്കൊരു റാങ്ക് എനിക്കൊരു റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗിന് ഒരേ കോളേജിൽ ചേരാം. 4 സെമസ്റ്റർ ഹാപ്പി ആയിട്ട് ആരുടെ ശല്യം അല്ലാതെ ക്ലോക്ക് ഇല്ലാത്ത ലോകം പോലെ അടിച്ചു പൊളിച്ചാലോ. അത് കഴിഞ്ഞാൽ നിനക്കൊരു സോഫ്റ്റ്വെയർ ജോബ് എനിക്കൊരു സോഫ്റ്റ്വെയർ ജോബ് കിട്ടിയാൽ സെറ്റിൽ ആവും നമ്മള്. അപ്പോഴ് ലൈഫ് ഇന്നത്തെ പോലെ എന്നും ഹാപ്പി ആയിരിക്കും അല്ലേ? കൺഫേം പറമാലോ? കൺഫേമാ? പറയുന്നേ കൺഫേം അല്ലേ? കൺഫേം. I love you. അയ്യോ ദൈവമേ, നീ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഇത് കേട്ടപ്പോ എനിക്കും എന്തോ പോലെ തോന്നുന്നു. അതിനിപ്പോ എന്താ, സെക്കൻഡ് ഷോയ്ക്ക് പോകുമ്പോ ഞങ്ങൾ സ്ഥിരമായി മതിൽ ചാടാറുള്ളതാ. ടെൻഷൻ ആവണ്ട, ഞാൻ കോച്ചിങ് തരാം. ബാ എഴുന്നേക്ക്. അങ്ങോട്ട് നോക്കി. ഹലോ ചേട്ടാ, ചേട്ടാ വേറെ നല്ല പാട്ടില്ലേ? ഗജനിലെ പാട്ട്. ആ പാട്ട് മതി. അതുകൊണ്ട് മൈ ഹാർട്ട് ഈസ് ബീറ്റിംഗ്. അത് വേണ്ട, ഗജനിലെ പാട്ട് മതി. പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി ശരി ശരി. ഹലോ ചേട്ടോ, ഒന്ന് വേഗം പോന്നേ. വേണ്ട വേണ്ട വേണ്ട, പതുക്കെ പോയാ മതി, പതുക്കെ പോയാ മതി. ശരി, എന്നാ നീ പതുക്കെ വന്നാ മതി. അപ്പൊ ചേട്ടാ ഒന്ന് നിർത്തിക്കൂടെ, ഇവരിവിടെ ഇറങ്ങിക്കോട്ടെ. എന്താ പറ്റിയ? ഓട്ടോ എന്തിനാ നിർത്തിയത്? നിങ്ങളെ ഇറക്കണമെന്ന് പറഞ്ഞില്ലേ? അതാണോ? ഇവള് വെറുതെ തമാശക്ക്. മോനേടാ, 10 മിനിറ്റ് നേരം നിനക്ക് ഇഷ്ടമുള്ള പാട്ട് കേട്ടോണ്ട് നീ ഇതിലിരുന്നോ. ഇവളെ ഒന്ന് കുറച്ചു നേരത്തേക്ക് വേണം, ഒരിത്തിരി ജോലിയുണ്ട്. സ്വപ്ന, സേഫ് അല്ലേ? നീ സേഫ് അല്ലേ? നീ എന്തൊന്നും മിണ്ടാത്തെ? എവിടെ പോയതാടാ ഇന്നലെ? ഇന്നലെ നിനക്ക് ഔട്ടിംഗ് ഇല്ലായിരുന്നല്ലോ, പിന്നെന്തിനാ പുറത്തു പോയത്? അത് സർ, എന്റെ ചിറ്റപ്പൻ. രണ്ടുപേരും കൂടി ഇന്നലെ എവിടാ പോയത്? പോയത് എവിടാന്ന് ഞാൻ പറഞ്ഞാലോ? ലോകം പോലും മറന്നുള്ള പ്രണയം. ഇത്ര ചെറുപ്രായത്തിലെ പ്രേമൊന്നും പറഞ്ഞ് വേഷം കെട്ടി ഇറങ്ങിയാൽ നിങ്ങളുടെ അച്ഛനമ്മമാർ എന്ന് മാത്രം വേദനിക്കുന്നറിയോ? നിങ്ങൾ ഇവിടെ ഇങ്ങനെ തോന്നിയ ദിവസം കാട്ടുമ്പോ അവർ രാപ്പകലില്ലാതെ സ്വപ്നങ്ങൾ കണ്ട് നിന്റെയൊക്കെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവും. 1 മാസം കൂടി കഴിഞ്ഞാൽ എക്സാം ആണെന്നുള്ള കാര്യം അറിയോ? നിങ്ങളെ ഞാൻ വെറുതെ വിട്ടാൽ ഈ കോളേജിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ നാശമായി പോകും. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ ഉണ്ടാവരുത്. എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. Go and get your father. Get lost. Go. നിനക്ക് കണ്ണൊന്നും കണ്ടോടെ? നിങ്ങൾക്ക് നന്നായി കാണാലോ. അല്ല പിന്നെ പഠിച്ച് റാങ്ക് വാങ്ങി പേപ്പറിൽ പടം വരണമെന്നാ ഞാൻ പറഞ്ഞത്, അല്ലാതെ ഈ മാതിരി പടം വരണമെന്നല്ല. Get out. 24 മണിക്കൂറും പഠിപ്പിക്കുന്ന കോളേജാണെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കണം എന്നുള്ള കാര്യം അറിയാൻ താമസിച്ചു പോയി. എന്തിനും ഏതിനും കായ എണ്ണി വാങ്ങുന്നതല്ലാതെ ഇവിടെ പിള്ളേരെന്താണ് ചെയ്യണമെന്ന് നോക്കാനുള്ള ബാധ്യതയും കൂടി നിങ്ങൾക്കില്ലേ? ഇങ്ങോട്ട് നോക്ക്. മരം നമ്പർ 1 ആയിരുന്ന ആട്ടോമാറ്റിക്കായി കായ് നമ്പർ 1 ആയിക്കൊള്ളും. കോളേജ് നമ്പർ 1 ആയാലേ പ്രിൻസിപ്പാളും നമ്പർ 1 ആവുള്ളൂ. എന്തരാണോ കറക്റ്റ് എന്ന് വെച്ചാ അത് മാത്രമേ ചെയ്യാവൂ. ഈ കോളേജിൽ 4000-ഓളം സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ മകൾ മാത്രമാണ് ഇങ്ങനെ പോയതെങ്കിൽ മരം നിങ്ങളോ അതോ ഞാനോ? ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞല്ല, എല്ലാം വേഗം കെട്ടിപ്പറക്ക്. അളിയൻ, സ്വപ്ന അവിടെ അച്ഛൻ വന്ന് കൊണ്ടുപോകുന്നതാ.
വണ്ടി എടുക്കടാ. മഴ ചാരണ കണ്ടില്ലേ? എന്തായിരുന്നു തുറക്കണത്? അത് അടക്കി. ഇരിക്കെ. എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടടാ. എല്ലാരും പോലെയല്ല, വളരെ ഡിഫറന്റ് ആണ് നീ. ലൈഫിനെ ഡിഫറന്റ് ആംഗിളിൽ കാണുമെന്ന് പറഞ്ഞത് ഡിഫറന്റ് ആംഗിളിൽ ഫോട്ടോ എടുക്കുമെന്നായിരുന്നോടാ. നിനക്ക് ഓർമ്മയുണ്ടോ? 4 കൊല്ലം നിനക്ക് ഗ്യാരണ്ടി തരാമോ എന്ന് ചോദിച്ചില്ലേ? ഇപ്പോഴുണ്ടോ ആ ഗ്യാരണ്ടി? ഇപ്പോഴെന്താ സാർ, അവൾ എപ്പോഴും എന്റെ അല്ലേ? ലൈഫ് മൊത്തവും ഇപ്പോഴെങ്ങ് ഫിക്സ് ചെയ്തോ നീ? പിന്നെന്തിനാ സാർ നമ്മൾ ലവ് ചെയ്യുന്നേ? ഗുഡ്, വെരി ഗുഡ്. മോശമല്ല, ലവ് വളരെ ക്ലിയർ ആണല്ലേ. പക്ഷേ എക്സാമിന്റെ കാര്യം? എന്റെ റിസൾട്ട് എനിക്ക് ഇപ്പോഴേ അറിയാം സാർ. ഈസി ആയിട്ട് ഞാൻ പാസ്സാവും. ഏയ് എടാ, നിന്റെ ഈ ടാലന്റ് വെച്ചിട്ട് ജസ്റ്റ് പാസ് പോരാ, ഫസ്റ്റ് ക്ലാസ് വേണം. നമ്മളെപ്പോഴും കയറുന്ന പടികള് വളരെ ശ്രദ്ധിച്ചു വേണം കയറാൻ. മുകളിലുള്ള പടിയെ മാത്രം നോക്കി നടക്കരുത്, തെന്നി വീണു പോവും. യു വിൽ ഫാൾ ഡൗൺ. യാ, ഫസ്റ്റ് നീ പാസ്സാകണമെങ്കിൽ തന്നെ എക്സാം എഴുതണം. എക്സാം എഴുതണമെങ്കിൽ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ നിന്റെ അച്ഛനെ കൊണ്ടുവരണ്ടേ? ഞാൻ കൊണ്ടുവരും സാർ. എന്തു പറഞ്ഞു കൊണ്ടുവരും? അതുകൊണ്ട് ഞാൻ ആ പേഴ്സണലായി പ്രിൻസിപ്പളിനോട് റിക്വസ്റ്റ് ചെയ്ത് നിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യണ്ടെന്ന് പറഞ്ഞത്. നിനക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നീ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് വെറുതെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാതെ ജസ്റ്റ് ഫോക്കസ്, ഫോക്കസ്. എക്സാമിന് ഇനി 1 മാസമല്ലേ ഉള്ളൂ. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക. കരിയർ നന്നായ എല്ലാം താനെ വന്നു ചേരില്ലേ? എഴുന്നേക്ക്, വാ, വാടാ, എഴുന്നേറ്റ്. ഇനി എന്താണ് ഇത്ര ആലോചിക്കാൻ? അവളെ കുറിച്ച് ഓർക്കായിരുന്നു സാർ. അണ്ണാ, ആ പയലിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അങ്ങ് തട്ടിയേക്കട്ടെ. നമ്മുടെ പെണ്ണ് ഒട്ടും മോശമല്ലാത്തോണ്ടല്ലേ അവനിങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത്. ഇപ്പൊ അവനെ പിടിച്ച് 2 ഇടി കൊടുത്തെന്ന് വെച്ചോ, അവൻ വലിയ ഹീറോ ആണെന്നുള്ള തോന്നലുണ്ടായി. അതറിഞ്ഞ് അവൾക്ക് എന്തെങ്കിലും തോന്നി. എന്തിനു വെറുതെ? നമ്മൾ അണയ്ക്കേണ്ട തീ നമ്മളായിട്ട് തന്നെ കൊളുത്തണം. ശരിയാണാടേ സത്യ? വീട്ടിലെ വിളക്കാണെന്ന് പറഞ്ഞ് ഉമ്മ വെച്ചപ്പോ മീശ കത്തിയെന്ന് പറഞ്ഞ പോലെ ആയി. 17 കൊല്ലം എത്രയോ ലാളിച്ച് വളർത്തിയവളിപ്പോ വേറൊരുത്തന്നെ ഉമ്മ കൊടുക്കാനുള്ള പൊസിഷനിൽ എത്തിയിരിക്കുന്നു. എന്തൊരു പറയാ. ഇതിലും ശ്രദ്ധിച്ച് എങ്ങനെയാടാ ഞാൻ അവളെ വളർത്തുക? ഇനിയിപ്പോ എന്തിനു ചെയ്യും? ഇനി ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നാ മതി. 2 പേരും തമ്മിൽ 1 മാസം ഇങ്ങനെ കാണാതിരിക്കുമ്പോ താനെ മറന്നോളും. ഇനിയിപ്പോ അവൻ ആര്, ഏത് നാട്ടുകാരനാണ്, തിരക്കി വരുമോ എന്നൊക്കെ അറിയണോ? അവൻ ഒരിക്കലും ഇനി നമ്മുടെ പെണ്ണിന്റെ മനസ്സിലേക്ക് വരരുത്. അതിനുവേണ്ടി എന്തിനു ചെയ്യണമെന്ന് ആലോചിക്ക്. ഞാൻ അവളുടെ മനസ്സിന് കാവല് നിൽക്കാം, നീ അവക്ക് കാവല് നില്ല. അണ്ണാ, അപ്പൊ അവക്കടെ പഠിപ്പിന്റെ കാര്യം? അത് അവൾ ആലോചിക്കായിരുന്ന എന്താടാ? ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നാ? അവൾക്കില്ലാത്ത ടെൻഷൻ നിനക്കെന്തിനാടാ? നീ ഒന്നും മിണ്ടാതിരുന്നാ മതി. എന്നാ പൊയ്ക്കോ. ശരി അണ്ണാ. അയ്യോ, എന്തുപറ്റി? ഒരു നരച്ച മുടി. പറിക്കില്ലേ? ഒന്ന് ചുമ്മാ എന്നാലും നരയ്ക്കേണ്ടല്ലോ മാഡം. മുഴുവൻ നരയ്ക്കുമ്പോഴേ ഞാൻ കളർ അടിച്ചു തരാം.
ഇപ്പൊ ഇതൊന്ന് പിഴുതെടുത്തോട്ടെ സാറേ. അവിടെ നിക്ക്, ദാ വരുന്നു. അവിടെ നിക്ക്. എന്താ ഇത്? എനിക്കറിയാത്തോണ്ട് ചോദിക്കാം. ഒരു 5 രൂപ നിന്റെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആർക്കെങ്കിലും കൊടുത്താൽ സമാധാനമുള്ളല്ലേ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാൻ എത്ര ദിവസമായിട്ട് ചൂലുകാരനെ നോക്കിയിരിക്കാൻ അറിയോ? ചൂലുകാരാ പോവല്ലേ? മാഡം, ആ ദേ നിങ്ങളുടെ മോനെത്തി. വെറുതെ പറ്റിക്കാൻ നോക്കല്ലേ. വന്ന വാതുക്കൽ എത്തുമ്പോഴേ അമ്മേന്ന് വിളിച്ചോണ്ടേ അവൻ വരും. അമ്മേ, അപ്പൊ ശരിക്കും വന്നല്ലേ? എന്താടാ ഇപ്പൊ വന്നതേ ഉള്ളൂ നീ? എന്താ അമ്മേ, ഇപ്പോഴല്ല വന്നെങ്കിൽ എന്നെ നേരത്തെ ഇവിടെ കാണില്ലായിരുന്നു. നീ ഇത്തിരി കറുത്ത പോലെ ഉണ്ടല്ലോടാ. ലവ്ല് വീണ എല്ലാവർക്കും ഒരു കളർ വ്യത്യാസം വരൂടാ. പരീക്ഷ എടുത്തോണ്ട് ഉറക്കോളിച്ചിരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഫസ്റ്റ് ആവണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും കഷ്ടപ്പെടണ്ട അച്ഛാ. എന്താടാ അവധിയാണോ? ഏയ് അവധിയൊന്നുമല്ല. പിന്നെ പരീക്ഷയ്ക്ക് മുമ്പ് എന്തിനാ വന്നത്? ഇതെന്താ, ഞാൻ വന്നിട്ട് പോകുമ്പോ വലിയ സങ്കടമാണല്ലോ. ഇപ്പൊ എന്തിനാ വന്നേന്ന്? എന്നാ ഞാൻ പോട്ടെ, ഇപ്പൊ തന്നെ പോട്ടെ. അതിന് ദേഷ്യപ്പെടുന്ന എന്തിനാടാ? അവിടുന്ന് എപ്പോഴും അങ്ങനെ വീട്ടിൽ വിടാറില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചത്. ശോ അമ്മേ, ഒന്ന് പറഞ്ഞോട്ടെ. അതല്ല അച്ഛാ, കോളേജിൽ ചെറിയൊരു വഴക്കുണ്ടായി. വഴക്കോ? ഓ ബഹളം വയ്ക്കല്ലേ അമ്മേ, അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. മെസ്സിൽ ഒരു പയ്യന്റെ ദേഹത്ത് അറിയാതെ കുറച്ച് സാമ്പാർ വീണപ്പോ അവനെന്നെ പിടിച്ച് തള്ളി. ഞാനൊരു ഇടി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കായി. പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പൊക്കോളാൻ. ശരി സർ, ഞാൻ പൊക്കോളാന്നും പറഞ്ഞു. ഫ്രണ്ട്സ് ചോദിച്ചു ഇത് നിന്റെ വീട്ടിലറിഞ്ഞ കുഴപ്പമാവില്ലടാന്ന്. ഇതിനേക്കാൾ എന്റെ വീടാണ് ബെറ്റർ. അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഹാപ്പി ആയിട്ട് പഠിച്ചോളാന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഏതായാലും എക്സാമിന് 1 മാസം കൂടിയല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ചോളാം അച്ഛാ. അത്ര നന്നായിട്ട് പഠിക്കുമല്ലോ അല്ലേ? നല്ല മാർക്ക് വാങ്ങിക്കുമല്ലോ. പഠിച്ചോടാ, നീ ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ചോ. അല്ല മോനെ, അവിടെ അടച്ച പൈസയൊക്കെ വെറുതെ ആയി പോവില്ലേ? നീ പോയി കുളിക്കേ ചെല. എന്താ ഇത്, അവനോട് പൈസയുടെ കാര്യമൊക്കെ പറയുന്നതിന്? പൈസ നോക്കിയാണോ അവനെ പഠിപ്പിക്കുന്നതെന്ന് വിചാരിച്ചാലോ? വിഷമാവില്ല അവന്? അങ്ങനെ വിചാരിക്കോ? വിഷമായി കാണോ അവന്? മട്ടൻ വാങ്ങണോ ചിക്കനാണോ വേണ്ടത്? അവന് ചെമ്മീനെ ഏറെ ഇഷ്ടമെന്ന് അറിയില്ലേ? എവിടെ നോക്കിയാടോ? ഇതെവിടെ പോയി? ഹലോ സുധ. രാഗസുധ. ഓ സമ്മതിച്ചു. എന്താ? എപ്പോഴും കൂട്ടുകാരുടെ കൂടെ തന്നെയാണല്ലോ. എന്റെ ഭാഗത്തേക്ക് നോക്കുന്നേ ഇല്ല. അതിനെന്താ? ഇതെല്ലാം ഞാൻ നിന്നെ കുറിച്ച് എഴുതിയ പ്രേമലേഖന കവിതകളാ. ഇതെന്റെ ഹൃദയത്തിന്റെ വിങ്ങലുകളാ. അത്രയ്ക്ക് വിങ്ങലോ? എന്തേത് കാര്യായിട്ടാണല്ലോ. എന്ത്? നിനക്ക് വേണ്ടി ഇന്ദ്രധനുസ് ഞാൻ വളയ്ക്കാം. എടാ വിവരം ഇല്ലാത്തവനെ, അത് ഓൾറെഡി വളഞ്ഞതാ. നീ ഇനി വളയ്ക്കാൻ നോക്കണ്ട. നീയൊക്കെ ഇതിനപ്പുറം അനുഭവിക്കോടാ. സപ്പോർട്ട് ചെയ്യുന്നതിന് പറഞ്ഞ് ചിരിക്കുന്നോ? ഇതെല്ലാം മോളിൽ കാണുന്നുണ്ടടാ. സുധ, രാഗ നീ എപ്പോഴാണ് ഒരു കാര്യം എനിക്ക് അത്യാവശ്യമായിട്ട് പറയാടാ. ഇവന്റെ ഫിഗർ അത്രയ്ക്ക് ബെറ്റർ ആണോടാ? അതുകൊണ്ടല്ലേ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടത്. എന്ത് പറയാനാടാ, ലോകത്തുള്ള എല്ലാവരുടെയും ലവ് സ്റ്റോറി അവൾക്കറിയണം. എന്റെ മാത്രം അറിയണ്ട. പാവല്ലേടാ. സാരമില്ലളിയാ, നീ വിഷമിക്കാതെ. എല്ലാ പട്ടിക്കുടെ ദിവസം ഉണ്ടെന്നല്ലേ? പലപരാതി. ഞാൻ കാണിച്ചല്ലടാ പട്ടിയാണോ പാമ്പാണോന്നൊക്കെ. ഹലോ ഹലോ, ഒന്നും കേൾക്കുന്നില്ലടാ. നീ ആ ഫോൺ പിടിച്ചു. ഹലോ, എന്റെ പേര് ഭവാനിന്നാ. ഞാനും സ്വപ്നയും. സ്വപ്ന എന്ന് പറഞ്ഞ അറിയോ? ഞാനും സ്വപ്നയും 4th ക്ലാസ് മുതലേ ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ സുനാമി ടൈമിലാ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോയത്. ഇപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ സഡൻലി എന്റെ മാരേജ് ഫിക്സ് ചെയ്തു. നന്നായി പറഞ്ഞില്ലേ? ഞാൻ വളരെ കഷ്ടപ്പെട്ടാ അവളിപ്പോ ആ കോളേജിലാ പഠിക്കുന്നത് മനസ്സിലാക്കിയത്. ഒരുപാട് പേരോട് അന്വേഷിച്ചതിന് ശേഷാ അവിടുത്തെ നമ്പർ എനിക്ക് കിട്ടിയത്. എനിക്ക് അവളുടെ അഡ്രസ് ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ. വെഡിങ് കാർഡ് വളരെ കോസ്റ്റ്ലി ആണേ. അതവൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയാ. മോളെ ഭവാനി, നീ സംസാരിച്ചതെല്ലാം ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. നീ എവിടെ നിന്ന് സംസാരിക്കുന്നെന്നും നിന്നെ കൊണ്ട് ആരാ ഫോൺ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ വ്യക്തമായി. ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് മോളെ. നിനക്കത് ഡിസ്റ്റർബ് ആകും, എനിക്കും ഡിസ്റ്റർബ് ആകരുത്, നിനക്കും ഡിസ്റ്റർബ് ആകരുതുണ്ടെങ്കിൽ ഫോൺ വെക്കട്ടെ. എടാ, 99% പെൺകുട്ടികൾ അവസാനം ഇങ്ങനെ കൈതന്ന് പിരിയുള്ളൂ. നീ വെറുതെ നിന്റെ ഭാവി നശിപ്പിക്കരുത്. നിന്റെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ വല്ലാതെ വിഷമിക്കും. എന്റെ അച്ഛൻ അറിഞ്ഞ ഒരു കുഴപ്പമില്ല, അതൊരു വിഷയമല്ല. നീ പറഞ്ഞില്ലേ 99% കൈ തന്ന് പിരിയുമെന്ന്. ബാക്കി 1% ഇല്ലേ, അത് തന്നെയാണ് അവള്. അച്ഛാ സോറി അച്ഛാ, എന്നോട് സംസാരിക്കാത്ത എന്താ അച്ഛാ? ഞാൻ ചെയ്ത തെറ്റ് ലൈഫിലെ ഫസ്റ്റ് ടൈം അല്ലേ അച്ഛാ? ഞാനത് ചെയ്യുമ്പോ എനിക്കത് തെറ്റാന്ന് തോന്നിയില്ല. ശരിക്കും എന്താ സംഭവിച്ചത് എന്നോട് ചോദിക്കാതിരുന്ന എന്താ?
എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞൂടെ, ഒന്ന് തള്ളിക്കൂടെ? ദേഷ്യമെല്ലാം ഉള്ളിനെ കൊണ്ട് നടക്കാതെ സ്നേഹത്തോടെ എന്നെ ശാസിക്കുന്ന അച്ഛനെ എനിക്ക് വേണ്ടത്. പേപ്പറിൽ വന്ന ആ ഫോട്ടോ കണ്ട് ഞാൻ തെറ്റ് ചെയ്തൊന്ന് ഡിസൈഡ് ചെയ്തു അല്ലേ? അതെ, അവനെ കുറിച്ചോർത്ത് എന്റെ മനസ്സ് എത്ര വിഷമിക്കുന്നെന്ന് അറിയാമോ? അവന് അച്ഛനെ അറിയാഞ്ഞിട്ട. അപ്പൊ ഞാൻ അച്ഛന്റെ കണ്ണിൽ തെറ്റുകാരിയല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട? അച്ഛൻ ബിസിനസിന്റെയും വർക്കേഴ്സിന്റെയും എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കും. പക്ഷെ ഈ മകളുടെ മനസ്സിനെ അച്ഛൻ മനസ്സിലാക്കുന്നില്ല. അമ്മയ്ക്കാണേൽ അങ്ങനെ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അച്ഛൻ എന്ത് പറ്റി? പെറ്റ തള്ളയായി ഞാൻ ഇന്ന് നിനക്ക് കൊള്ളരുതാത്തവളായോ? എല്ലാം ഉള്ളിലൊതുക്കി മിണ്ടാതിരുന്നതാണോ എന്റെ തെറ്റ്? ഇത്ര നാളും പൊന്നുപോലെ വളർത്തിയത് നിന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാണോ? ഞാൻ ഒന്നും മനസ്സിലാക്കാത്തവളാണല്ലേ? ഇങ്ങോട്ട് നോക്കടി, ഞാൻ അങ്ങനത്തെവളാണല്ലേ? എനിക്ക് മനസ്സിലാകാത്തതായി ഒന്നേ ഉള്ളടി. അവിടെ വേറെ ഒരുപാട് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ. നിനക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? എല്ലാ അമ്മമാരും വളരെ നല്ലവരാ, നിങ്ങൾ മാത്രം എന്താ ഇവള് പറഞ്ഞെന്നറിയോ നിനക്ക്? നിനക്ക് എവിടുന്ന് കിട്ടിയ ഈ ധൈര്യം? ഇത്രയും നാളും നിന്നെ വളർത്തിയതിന്റെ കൂലിയാണല്ലേ? അങ്ങോട്ട് മാറ. ശരിക്കും നിനക്കാ തരേണ്ടത്. ഇതൊക്കെ നീ കാരണം ഉണ്ടായത്. വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നീയല്ലേ ഹോസ്റ്റലിലാക്കിയത്? എന്ത് പറയാൻ? എന്താ ഞാൻ ചെയ്തത്? ഇവിടെ ചെല്ലുമോളെ ചെല്ല്, നീ അകത്ത് പോയിരുന്നു പഠിക്കും. എന്തിനാ ചേച്ചി ഇത്? അവള് ചെറിയ കുട്ടിയല്ലേ? ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. ഇത് കേട്ടിട്ട് പോടി. ഇപ്പൊ മുതല് നീ എന്ത് ചെയ്താലും എനിക്ക് അറിയണം. എന്തൊക്കെ നീ ആലോചിക്കുന്നു പോലും.